ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ 3 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. മൂൺ, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്. നല്ല രീതിയിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. കപ്സിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. 3 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്. എന്താണ് പറയാനുള്ളത്? നിങ്ങളെ എത്ര കണ്ട് അവർക്ക് മിസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് കാണുന്നില്ലേ? ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത് എന്താണ്? 3 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ പേഴ്സണെ അത്രയേറെ വേദനിപ്പിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. പെയിൻഫുൾ. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അതീവ ദുഃഖത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഷാഡോ ആണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നിങ്ങളുടെ പേഴ്സൺ കഴിഞ്ഞ രാത്രിയിൽ അത്രയേറെ വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് അവരിലേക്ക് ഇപ്പോൾ ഉള്ളത്. ഇൻസ്പിറേഷൻ എഗെയിൻ. ഹീലാകുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കഴിഞ്ഞ നൈറ്റ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അത്രയേറെ മിസ്സിംഗ് ആണ് കാണിക്കുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നു. ഈ ഒരു സെപ്പറേഷൻ അവരാണ് വരുത്തിയത് എന്നുള്ള ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ട്. ഹേർട്ട് കണ്ടോ? അത്രയേറെ വേദനയാണ് കാണിക്കുന്നത്. ഒരുങ്ങാൻ പോലും സാധിക്കാതെ നിങ്ങളുടെ പേഴ്സൺ നേരം വെളുപ്പിച്ചത് എങ്ങനെയാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കാർഡിലേക്ക് പോവുകയാണ്. ഇവിടെ കപ്സിൻ്റെ എനർജിയാണ്. കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് റൊമാൻറ്റിക്കായുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നു. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്തു എന്നവർ കരുതുന്നു. ന്യൂ ഫൗണ്ട് ഇമോഷൻ എന്നാണ് കാർഡ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള അവേക്കനിങ് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതയെ, ഹോപ്പിനെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് എത്തുന്നുണ്ട്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കുള്ള സ്നേഹത്തിലേക്കാണ്. ഹേർട്ട് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് കാർഡ്സ് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ അവർ അത്രയേറെ നിങ്ങളെ ഓർത്തെടുത്തിട്ടുണ്ട്. പാസ്റ്റിലെ എനർജി അവരിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ നിമിഷത്തിലാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നു തുടങ്ങിയത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ്. നമ്മളെ തന്നെ സ്നേഹിക്കപ്പെടുമ്പോഴാണ് എന്തും നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുക. പോസിറ്റീവ് എനർജി നമ്മളുണ്ടെങ്കിൽ മാത്രമേ എന്തിനേയും നമ്മളിലേക്ക്
അട്രാക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതുതന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നു. റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ആ സ്നേഹം കവിഞ്ഞൊഴുകാണ്. തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ആ ഒരു സ്നേഹം കഴിഞ്ഞ നൈറ്റിൽ യൂണിവേഴ്സിനെ കാണിച്ചു തരാണ്. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ്. എല്ലാം കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്ന് കൂടുതലും കപ്സിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഇൻറ്റ്യൂട്ടീവ് എന്നാണ് പറയുന്നത്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകുന്നൊരു സമയത്ത് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, കറേജ് ഇല്ല, സ്ട്രെങ്ത് ഇല്ല എന്നാണ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലുണ്ടാവാം. എന്നാൽ ഇന്ന് അവരുടെ ഹേർട്ട് എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഹീലിംഗ് സംഭവിക്കുക? എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണ് ഹീലിംഗ് സംഭവിക്കുക? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ് വന്നവർക്ക് അവർക്കറിയാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാറ്റം തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ ഈ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊപ്പമുള്ള നിമിഷത്തിലൊന്നും ഇവരിത് പ്രകടിപ്പിച്ചിട്ടുണ്ടായില്ല, അത്രയേറെ പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. ഇനിയാണ് അവർ നിങ്ങളിലേക്ക് ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫുൾ മൂണിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. മൂൺ അഫർമേഷൻ ചെയ്താൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നാണ് കാർഡ് പറയുന്നത്. എങ്ങനെയാണ്? ഇനി 3 ദിവസമേ ഉള്ളൂ ഫുൾ മൂണിന്. ഫെബ്രുവരി 1 ഫുൾ മൂൺ വരുന്നത്. അഫർമേഷൻ ചെയ്തവർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. എല്ലാ മാസവും ഞാൻ പറയുന്നൊരു കാര്യമാണ്. എല്ലാ മാസവും ഫുൾ മൂണിന് മുന്നേ ഞാൻ പറയും, 2-3 ദിവസം മുന്നേ, ഇടയ്ക്ക് റീഡിങ്ങിന് ഇടയിലൊക്കെ ഞാൻ പറയും ഫുൾ മൂൺ ഇന്ന ദിവസമാണ്, മാനിഫെസ്റ്റ് ചെയ്യൂ. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മൂൺ അഫർമേഷൻ ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം. മേ ബി നിങ്ങൾ എന്തായാലും ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ടുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അൺകോൺഷ്യസ് മൈൻഡിലൂടെ പോയ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ അഗാധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്കൊരു തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിങ്ങളെയാണ് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. ഇന്ന് അവരുടെ ഹേർട്ട് എന്താണോ പറയുന്നത് ആ ഹേർട്ട് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ഒരുങ്ങുന്നത്. വിശ്വാസമുള്ളവർക്ക്, പോസിറ്റീവ് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. ഫുൾ മൂണിനുള്ളിൽ, കഴിഞ്ഞ ഫുൾ മൂണിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാവാണ്. ചെയ്തവർക്കറിയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കറിയില്ല, കഴിഞ്ഞ മാസമൊക്കെ റീഡിങ്സ് കണ്ടവർക്കറിയാം. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് യാഥാർത്ഥ്യമാകുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നൊരു കാര്യത്തെയാണ് ഞാനിവിടെ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് 9 ഓഫ് കപ്സിലൂടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ആഗ്രഹം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള സ്വപ്നം നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവാനാണ്. നിങ്ങളും അവരും സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണെന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് പറയുന്നത്. ഈ ഒരു ബന്ധത്തിൽ അബഡൻസ് തന്നെയാണ്. അവിടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അത്രയേറെ സ്നേഹം തരാൻ തന്നെയാണ്. ഇവിടെ നിങ്ങളിലേക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് ഓൺ ദി വേ ആണെന്ന് പറയുന്നു. കമ്മിങ് സൂൺ എന്നാണ് കാർഡ് പറയുന്നത്. അത്രയേറെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള, അത്രയേറെ നിങ്ങളെ ആഗ്രഹിക്കുന്ന, നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. 9ൻ്റെ എനർജിയാണ്. സാധ്യത തന്നെയാണ്. 9 എന്ന് പറയുമ്പോൾ സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ്. എന്താണ് ഇനി പറയേണ്ടത്? കിങ്ങിൻ്റെ എനർജി, അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ലവ് എന്നാണ് പറയുന്നത്. ഇവിടെ അവരുടെ ഇമോഷൻ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ക്ഷമയോട് കൂടിയിട്ട് യൂണിവേഴ്സിൻ്റെ എക്സ്പീരിയൻസിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് എന്നാണ് കാർഡ് പറയുന്നത്.
നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ടെന്ന് പറയുകയാണ്. നിങ്ങളെക്കുറിച്ച്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന അവരുടെ ഫ്രണ്ട്സോ സിബ്ലിങ്സോ ഈ ഒരു ബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരോട് ചോദിക്കുന്നുണ്ടാവാം, എന്താണ് ഈ ഒരു ബന്ധത്തിൽ ഞാൻ എടുക്കേണ്ട ഡിസിഷൻ? ഞാനാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഞാനാണ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിൻ്റെ ശരികളാണ് നീ ചെയ്യേണ്ടത് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി, ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അവരിലേക്ക് ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു വൈസ് ലീഡറെ പോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവരുടെ ഹൃദയം നിറയെ നിങ്ങളോടുള്ള സ്നേഹം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം മുതൽ ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. അവർ നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുള്ളവരാണെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, അബണ്ടൻസ് എന്നാണ് പറയുന്നത്. 3 എന്നാണ് കാർഡിൻ്റെ നമ്പർ. ഒന്നുകിൽ 3 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 ദിവസം ശേഷം, ബിഫോർ ആൻഡ് ആഫ്റ്റർ 3 ഡേയ്സ് നിങ്ങളുടെ പേഴ്സൺ സിബ്ലിങ്സായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പോലെ ഒരു ചെറിയ ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത പോലെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആവാം ഈ ഒരു ഡിസിഷൻ ഉണ്ടായിട്ടുള്ളത്. അവർ അവരുടെ ഫീലിങ്സ് അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്താണ്? ഈ ഒരു ചെറിയ ഗെറ്റ് ടുഗദറാണ്. ഇനി എന്താണ് പറയാനുള്ളത്? ഫ്യൂച്ചർ കാർഡ് എന്താണ് പറയാനുള്ളത്? 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്, കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നു, അത്രയേറെ ഡീപ്പ് കണക്ഷനെയാണ് കാർഡ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഹാർമണി എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്കുണ്ട്, ഡിവൈൻ കണക്ഷൻ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയക്കേണ്ടത്? എന്തിനെയാണ് നിങ്ങൾ ഭയക്കേണ്ടത്? പ്രപഞ്ചമാണ് നിങ്ങളെ ഒരുമിപ്പിച്ചിട്ടുള്ളത്. പ്രപഞ്ചമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കത്തെ കാണിക്കുന്നത്. തടസ്സങ്ങൾ നീക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം നൈറ്റ് അവർ ചിന്തിച്ചിട്ടുള്ള എനർജി, അവരെടുത്തിട്ടുള്ള തീരുമാനം, ഡിസിഷനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നു. പൂർണ്ണ മനസ്സോടെയാണ് അവർ തിരിച്ചു വരുന്നത്. ഇന്ന് കൂടുതലും കപ്സിൻ്റെ എനർജിയാണ്. ഇമോഷൻ, അവർ അത്ര കണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്ര കണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അത്രമേൽ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ഈ ഒരു സെപ്പറേഷനാണ് നിങ്ങളുടെ വാല്യൂ അവരിലേക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളില്ല, നിങ്ങൾ അവരെ അത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുന്നു. നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഹീലിംഗ് തന്നെയാണ്, പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നേ ആ ശരികളിലൂടെ മുന്നോട്ട് പോവുക. ഇവിടെ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരെന്നോട് ചോദിച്ചേ, എന്തുകൊണ്ടാണ് ബുദ്ധൻ്റെ സ്റ്റാച്യു വെച്ചിരിക്കുന്നത്? നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന, നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു നിമിഷത്തെയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ധ്യാനത്തിലിരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മളിലേക്ക് ശരിയായി വന്നു ചേരുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് നമ്മളിലെ ഓറ ആക്റ്റീവ് ആകുന്നത്, നമ്മളിലെ പവറിനെ നമ്മൾ തിരിച്ചറിയുന്നത്, കറക്റ്റായിട്ടുള്ളൊരു വിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതുതന്നെയാണ് ഞാൻ ബുദ്ധ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാച്യു വയ്ക്കാനായിട്ട് കാരണം. അത്രയേറെ പവർഫുള്ളാണ് ധ്യാനം. എന്തിനേയും നമുക്ക് തിരിച്ചറിയാൻ, നമ്മളിലേക്കൊരു അവബോധം കൊണ്ടുവരാൻ, നമ്മളെ ഇൻറ്റ്യൂട്ടീവ് പവറിനെ ഉണർത്താൻ ധ്യാനത്തിലൂടെ മാത്രമേ കഴിയൂ. ചെയ്തവർക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ മസ്റ്റായിട്ടും ചെയ്യുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അത് ശീലമായിക്കോളും, ലൈഫിൻ്റെ ഒരു ഭാഗമായിക്കോളും കേട്ടോ. അപ്പോൾ ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് വെച്ചിട്ടുള്ളത്? വേറെ ഒന്നും എനിക്ക് വെക്കാൻ തോന്നുന്നില്ല. ഇവിടെ
വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് റീഡിങ് കാണുന്നത്. എല്ലാ തരത്തിലുള്ളവരും റീഡിങ് കാണുന്നുണ്ട്, എല്ലാ തരത്തിലുള്ളവരും. എല്ലാവരുടെ ആവശ്യം ഒന്ന് തന്നെ ആയിരിക്കണം എന്നില്ല, വ്യത്യസ്തമായിരിക്കാം. ഓക്കെ, ഇവിടെ ധ്യാനത്തിലിരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് എന്തും വരുള്ളൂ, സാധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആർക്കും ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാം, ആർക്കും എന്തും സാധിപ്പിച്ചെടുക്കാം. അതുതന്നെയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ റീഡിങ്സിൽ ഒന്നിനെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത്. അതേക്കാൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നേ, അതേക്കാളും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ്? ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, പ്രകൃതിയോട് ചോദിക്കാൻ പറയുന്നുണ്ട്, യൂണിവേഴ്സിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എല്ലാം തരുമെന്ന് ഞാൻ പറയുന്നത്, നമ്മൾ നമ്മളിൽ തന്നെയാണ് ദൈവത്തെ കാണേണ്ടത്. ആ ഒരു ദൈവത്തെ കാണേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എങ്ങനെയാണ് എത്തുക? ധ്യാനത്തിലൂടെ മാത്രമേ നമ്മൾ നമ്മളിലെ ദൈവത്തെ കാണുള്ളൂ. നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഓക്കെ, പ്രപഞ്ചം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ഓക്കെ, ഇതിനേക്കാളും കൂടുതലൊന്നും പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ബ്ലഷ്. harmony, the future, sweet homes, heartstrings, coming around, love sphinx. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് നേടിയെടുക്കാനായിട്ട് ആർക്കാ സാധിക്കുക? ആരെ കൊണ്ട് സാധിക്കുക? നമ്മളെ കൊണ്ട്. അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഫർമേഷൻസ് ചെയ്യുക, ഫുൾ മൂൺ അഫർമേഷൻ. അത്രമേൽ ആഗ്രഹത്തോടു കൂടി സാധിച്ചതായിട്ട് കരുതുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പ്രപഞ്ചത്തിനെ എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു. അതിനേക്കാളും കൂടുതലൊന്നും ചെയ്യേണ്ട. പോസിറ്റീവ് തിങ്കിങ്. ഫസ്റ്റ് ബ്ലഷ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് അഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂം. സ്നേഹത്തിൻ്റെ മൃദുലമായ മന്ത്രിപ്പുകൾ ഇവിടെ പ്രണയത്തെ പൂവണിയിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആത്മാർത്ഥമായ സ്നേഹത്തെ, റൊമാൻസിനെയാണ് കാർഡ് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ എന്താണ് ഞാൻ പറയുക? ഹാർമണി. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് എന്താണ്? ഹാർമണി, ബീയിങ് ഇൻ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് അലോങ്. പരസ്പരം ഇണങ്ങിയും യോജിച്ചൊക്കെ ജീവിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഇണങ്ങി ജീവിക്കാൻ, യോജിപ്പോടുകൂടി പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറാണ് കാണുന്നില്ലേ? ഫൈൻഡിങ് എ ലോങ് ടേം ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. ഇവിടെ അവർ തിരിച്ചറിയുന്നത് ദീർഘകാലവും യോജിപ്പുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ്. ഓക്കെ, ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് അവർ കരുതുന്നത്. അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് കഴിയില്ല എന്നുള്ള തിരിച്ചറിവിനെയാണ് കാണിക്കുന്നത്. കമ്മിങ് സൂൺ എന്നാണ്, കമ്മിറ്റ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഹോം, സ്വീറ്റ് ഹോം, മേക്കിംഗ് എ ഗുഡ് ഹോം ലൈഫ് ഓർ സെറ്റിലിംഗ് ഡൗൺ. നല്ലൊരു കുടുംബ ജീവിതത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ്? നെഗറ്റീവ് വ്യക്തികളിൽ നിന്ന് മാറി താമസിക്കുക എന്ന് തന്നെയാണ്. മാരേജ്, ലാസ്റ്റിംഗ് ലവ് എന്നാണ് കാർഡ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെയാണ് വരുന്നത്. കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാരേജ് എന്നാണ്. ഹേർട്ട് സ്ട്രിങ്സ്, സ്ട്രൈക്ക് എ കോഡ് ടുഗദർ വിത്ത് ജെന്റ്ലി ഹാർമണി. സൗമ്യമായ സ്വരച്ചേർച്ചയുടെ താളം സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വന്നപ്പോൾ നിങ്ങളും അവരും ഇഷ്ടപ്പെടുന്ന സോങ്സിനെ അവർ കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം, അതിലവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഒത്തിരി മിസ് ചെയ്ത നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബാലൻസ് ഈ ഒരു ബന്ധത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളോളം വേറെ ആരെയും അവർ കണ്ടിട്ടില്ല എന്നും പറയുന്നു. നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് ആരുമില്ല. അതുതന്നെയാണ് പറയുന്നത്. കമ്മിങ് അറൗണ്ട്, ഹോപ്പിംഗ് ഫോർ അനദർ ചാൻസ് ആൻഡ് വാണ്ടിങ് ടു ട്രൈ അഗെയിൻ. മറ്റൊരു അവസരത്തിനായിട്ട് പ്രതീക്ഷിക്കുന്നു, വീണ്ടും ശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒത്തിരി പേര് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ, എല്ലാവരുടെ എനർജി എന്നല്ല പറയുന്നത്, കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. ഇപ്പം എനിക്ക് പറ്റില്ല, സമയമില്ല, എനിക്ക് ഒന്നും കൂടി ചിന്തിക്കാനുണ്ട്. എന്നാൽ അവർ ഒന്നും കൂടി പരിശ്രമിക്കുന്നു എന്നാണ്, നിങ്ങളിലേക്ക് ഹോപ്പ് വെച്ചുകൊണ്ട് ഒന്നുകൂടി പരിശ്രമിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ എത്ര പേർക്ക് അനുഭവം ഉണ്ടായെന്ന് എനിക്കറിയില്ല. ലവ് സ്വിങ്സ് എന്നാണ് നെക്സ്റ്റ് കാർഡ്. പുട്ട് aside ഡിഫറൻസ് ആൻഡ് സോ ടു ദ നെക്സ്റ്റ് ലെവൽ. വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരൂ എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. എന്താണ് വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരാൻ പറയുന്നേ? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സെപ്പറേഷൻ വരാൻ കാരണം, ഈ ഒരു നോ കോണ്ടാക്ട് വരാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. എഡ്യൂക്കേഷൻ, കരിയർ, ജാതി, മതം എന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അന്തരമുണ്ടായിരുന്നു. ഇന്ന് യൂണിവേഴ്സ് അവരിലേക്ക് തിരിച്ചറിവ് കൊടുക്കുമ്പോൾ ആ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തിരിച്ചു വരാനാണ് യൂണിവേഴ്സ് അവരിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശം. അവരുടെ മനസ്സ് ഇന്ന് അവർ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് ഒപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പല കാര്യങ്ങളും നിങ്ങളെക്കാളും ഒരു പടിക്ക് മേലെ ആയിരിക്കണം അവർ. കരിയർ, എഡ്യൂക്കേഷനൊക്കെ. ഇന്ന് തിരിച്ചറിവാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മുന്നത്തെ കാർഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ അഡ്വൈസ് എടുക്കുന്നുണ്ട്, അവർ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലാക്കുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നത്, അവരെ നയിക്കുന്ന ഏഞ്ചൽ അവർക്ക് കൊടുക്കുന്നത്. എന്താണ്? ഡിവൈൻ ഡിവോഷൻ ഏജന്റ് എന്നാണ് കാർഡ് പറയുന്നത്. ഇതൊരു ഡിവൈൻ കണക്ഷനാണ്, ദിവ്യത്വമുള്ള കണക്ഷനാണ്. ഭക്തി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, യൂണിവേഴ്സിൽ തന്നെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്. എങ്കിൽ ആരോഹണം എന്നാണ്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, അതിൻ്റെ ഗ്രോത്തിലേക്കാണ് വരുന്നത്. ഇനി ഇതിനേക്കാളും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, റീഡിങ് ഞാൻ നിർത്തട്ടെ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. ആരാണ്? നിങ്ങളുടെ സ്വന്തം നിംസാണ്.